ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വാട്സപ്പ് ബിസിനസ് APIയുടെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾക്ക് ഇവിടെ എത്ര മെസ്സേജസ് അയച്ചിട്ടുണ്ട്, എത്രണ്ണം സബ്മിറ്റ് ആയിട്ടുണ്ട്, എത്രണ്ണം ഫെയിൽഡ് ആയിട്ടുണ്ട്, എത്രണ്ണം സെൻഡ് ആയിട്ടുണ്ട്, എത്രണ്ണം ഡെലിവർ ആയിട്ടുണ്ട്, എത്രണ്ണം റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കയറി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പുതുതായിട്ടൊരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കാം. ഞാനിപ്പോൾ കറൻ്റ് ഒരു ഇൻവോയ്സ് ആണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കാം. ഇവിടെ ബ്രോഡ്കാസ്റ്റ് നെയിം കംപ്ലീറ്റ്ലി സ്മോൾ ലെറ്റർ ആയിട്ടാണ് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. 2 വേർഡ്സ് ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ അത് അണ്ടർസ്കോർ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ടാർഗറ്റഡ് ചാനൽ ഞാൻ വാട്സപ്പാണ് കൊടുക്കുന്നത്. തൊട്ട് താഴെ ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ഉണ്ട്. നമ്മൾ സെൻഡ് ടെംപ്ലേറ്റ് മെസ്സേജസ് തന്നെയാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ടെംപ്ലേറ്റ് അപ്രൂവൽ എടുത്തിട്ടുണ്ടല്ലോ, ആ മെസ്സേജസ് ആണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെലക്ട് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻവോയ്സ് ഡോക്യുമെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ബോഡി പാരാമീറ്റർ ചോദിക്കുന്നുണ്ട്. ബോഡി പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ബോഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ നമ്മൾ ഹായ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ നെയിം എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓരോ കസ്റ്റമറിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ വേരിയബിൾസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരികയാണെന്ന് വെച്ചാൽ പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. എമൗണ്ടിങ് കഴിഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. റിഗാർഡ്സ് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേരിയബിൾസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യത്തെ വേരിയബിൾ ഹായ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഞാൻ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പേര് യൂസ് ചെയ്തു. സെക്കൻഡ് പാരാമീറ്റർ നമ്മൾക്ക് ഇവിടെ അറ്റാച്ച്ഡ് എന്താണെന്നുള്ളത് PDF ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ PDF എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നെയിം കൊടുത്തു. ദെൻ തേർഡ് പാരാമീറ്റർ എമൗണ്ടിങ് ആണ്, എത്ര എമൗണ്ട് എന്നുള്ളത്. ഞാനിവിടെ ഒരു 1000 rupees ആണ് എമൗണ്ട് ആയിട്ട് നമ്മൾ വെക്കുന്നത്. തേർഡ് പാരാമീറ്റർ റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റിഗാർഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ഞാനിവിടെ വി കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രിവ്യൂ നോക്കി കഴിഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവും. തൊട്ട് താഴെ വരികയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ കോൺടാക്ട് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആകെ ഒരു കോൺടാക്റ്റിലേക്ക് അയക്കുന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് കോൺടാക്ട് ലിസ്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ടാർഗറ്റഡ് കോൺടാക്ട് ലിസ്റ്റ് നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ലിസ്റ്റ് വല്ലതും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺടാക്ട് ലിസ്റ്റൊക്കെ നമുക്ക് ഇവിടെ സേവ്ഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ തൊട്ട് താഴെ വരികയാണെന്ന് വെച്ചാൽ ഇവിടെ ഇമ്പോർട്ട് കോൺടാക്ട് ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിവിടെ കറൻ്റ് ഒരു എക്സൽ എടുത്തിട്ടുണ്ട്. എക്സലിൽ നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ phone_NO എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കണം. തൊട്ട് താഴെ നമുക്ക് അയക്കേണ്ട ഫോൺ നമ്പർ വെക്കണം. ഞാനിപ്പോൾ തൽക്കാലം ഒരു 2 നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്, എക്സാമ്പിൾ കാണിച്ചു തരാനായിട്ട്. തൊട്ട് മേലെ നമുക്ക് ഈ ഒരു ഫയലിന് നമ്മളൊരു നെയിം കൊടുക്കാം. അൺടൈറ്റഡ് സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു സ്പേസ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു അണ്ടർസ്കോർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്യാണ്. ദെൻ ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് വാല്യൂ CSV ഫയൽ ഫോർമാറ്റ് ആയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. CSV ഫയൽ ഫോർമാറ്റാണ് കൂടുതലായിട്ടും സിസ്റ്റത്തിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ CSV ഫയൽ ഫോർമാറ്റിലാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നത് കേട്ടോ. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പാനലിൽ വന്നതിന് ശേഷം ഇവിടെ ഇമ്പോർട്ട് കോൺടാക്ട് ലിസ്റ്റിൽ കയറിയിട്ട് നമ്മളിവിടെ കൺട്രി ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ത്യയാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. തൊട്ട് താഴെ നോക്കുകയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ കോൺടാക്ട് ലിസ്റ്റ് നെയിം നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് ഉള്ള നെയിം ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഇൻവോയ്സ് വന്നിട്ട് നെയിം കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻവോയ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടോ വെച്ചാൽ സെൻഡ് നൗ എന്നുള്ളത് കൊടുത്തതിന് ശേഷം പബ്ലിഷ് ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്ക് നമുക്കൊന്ന് ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. തൊട്ട് താഴെ നമുക്ക് എത്ര പ്രാവശ്യം ആണ് മെസ്സേജസ് പോകേണ്ടതുണ്ട്. റിപ്പീറ്റേഷൻ വേണമെങ്കിൽ റിപ്പീറ്റേഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ റിപ്പീറ്റേഷൻ വേണ്ടെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് എപ്പോഴാണ് പോകേണ്ടതെന്നുള്ള ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ട് താഴെ ടൈം കൊടുക്കാം. 9:30 തന്നെ മതി. അതുകൊണ്ട് ഞാൻ 9:30 തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു തിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ കൺട്രി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കി എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും.
അതിനുശേഷം നമുക്ക് സ്കെഡ്യൂൾ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാനും പറ്റും. സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ സ്കെഡ്യൂൾഡ് മെസ്സേജസ് എല്ലാം ഇവിടെ സ്കെഡ്യൂൾഡ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ജസ്റ്റ് സ്കെഡ്യൂളായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. ജസ്റ്റ് ഞാൻ പബ്ലിഷ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയാണ്. ജസ്റ്റ് 2 മെസ്സേജസ് ആണ് പോകുന്നത്. ജസ്റ്റ് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. പെനിഗോൺ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. കറൻ്റ്ലി ആ മെസ്സേജസ് സെൻഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വാട്സപ്പിൽ നമുക്കത് കാണാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മെസ്സേജസ് വന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാതെ എടുക്കാനും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ വേരിയബിൾസും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് മെസ്സേജസ് റിസീവ് ആവുന്നുണ്ടാവുക. അപ്പോൾ വാട്സപ്പ് ബിസിനസ് APIയുടെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എങ്ങനെ അയക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് APIയുടെ ടെംപ്ലേറ്റ്സിൻ്റെ API എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം.